വെറും 10 സെക്കൻഡിൽ നിങ്ങൾക്കൊരു സിനിമാ കഥ പറയാം. ഒരു കഥയുടെ വൺ ലൈൻ അഥവാ ലോഗ് ലൈനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താണ് വൺ ലൈൻ? ഒരു കഥ എന്താണ്, എന്തിനെ കുറിച്ചാണ് എന്നെല്ലാം വളരെ ചുരുക്ക രൂപത്തിൽ ഒന്നോ രണ്ടോ സെന്റൻസിൽ പറഞ്ഞു വെക്കുന്നതിനെയാണ് വൺ ലൈൻ അഥവാ ലോഗ് ലൈൻ എന്ന് പറയുന്നത്. എന്തിനാണ് വൺ ലൈൻ? മുഴുവൻ കഥയും കേൾക്കാൻ സമയമില്ലാത്തപ്പോഴോ സാഹചര്യമില്ലാത്തപ്പോഴോ കഥയുടെ പ്രധാന ആശയം മാത്രം പറഞ്ഞു വയ്ക്കുന്നതിനെയാണ് വൺ ലൈൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സാഹചര്യം മൂലം ഒരു ഗുണ്ടയായിത്തീരുന്നു. മുത്തശ്ശിയുടെ സമ്മാനം ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കിരീടം. ഒരു ലോഗ് ലൈനിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പ്രോട്ടഗോണിസ്റ്റ് അഥവാ പ്രധാന കഥാപാത്രം, ഗോൾ അതായത് പ്രധാന കഥാപാത്രത്തിന്റെ ലക്ഷ്യം, ഒബ്സ്റ്റക്കിൾ പ്രധാന കഥാപാത്രം നേരിടുന്ന തടസ്സം അല്ലെങ്കിൽ പ്രശ്നം. കിരീടത്തിന്റെ ലോഗ് ലൈനിലേക്ക് വന്നാൽ എന്താണ് പ്രോട്ടഗോണിസ്റ്റ്? പോലീസ് ആകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ. എന്താണ് അയാളുടെ ഗോൾ? പോലീസായി തീരണം എന്നതാണ് അയാളുടെ ഗോൾ. എന്താണ് അയാൾ നേരിടുന്ന ഒബ്സ്റ്റക്കിൾ? തൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി സാഹചര്യം മൂലം ഗുണ്ടയായി തീരേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ഒരു ലോഗ് ലൈൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. അപ്രതീക്ഷിതമായി കുറ്റകൃത്യം ചെയ്യേണ്ടി വരുന്ന തൻ്റെ കുടുംബം പിടിക്കപ്പെടാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ സാധാരണക്കാരനായ ഒരു പിതാവിന്റെ കഥ. അപ്രതീക്ഷിതമാണെങ്കിലും പിടിക്കപ്പെടാവുന്ന ചെയ്തു പോയ കുറ്റകൃത്യമാണ് ഈ ലോഗ് ലൈനിലെ പ്രശ്നം. പിടി കൊടുക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു ലോഗ് ലൈനിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോഗ് ലൈൻ കേൾക്കുന്ന ആൾക്ക് കഥ പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. കഥയുടെ ആശയം ഉൾക്കൊള്ളുക, ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം. ഇനി ഒരു ലോഗ് ലൈൻ കൂടുതൽ ആകർഷകമാക്കാനും ക്യൂരിയോസിറ്റി നിറഞ്ഞതായിരിക്കാനും ചേർക്കേണ്ട 1-2 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു പോവാം. ലോഗ് ലൈനിൽ ഒരു ഐറണി ഉണ്ടായിരിക്കണം അഥവാ വിരോധാഭാസം നിറഞ്ഞതായിരിക്കണം. പോലീസ് ആകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ ഗുണ്ടയായി മാറുന്നു. ഇതിലൊരു കൗതുകം തോന്നുന്നില്ലേ? 3000 പെൺകുട്ടികളുടെ കോളേജിൽ പഠിക്കുന്ന ഒരേ ഒരു ചെറുപ്പക്കാരൻ. ലേഡീസ് കോളേജിൽ എങ്ങനെ ബോയ്സ് പഠിക്കും? അതും ഒരേ ഒരു ചെറുപ്പക്കാരന് എങ്ങനെ പഠിക്കാൻ സാധിക്കും? അഥവാ പഠിച്ചാൽ തന്നെ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരം കൗതുകങ്ങൾ ഒരു ലോഗ് ലൈനിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിച്ചാൽ ആദ്യ കേൾവിയിൽ തന്നെ ഇതിന്റെ കൂടുതൽ കഥ അറിയാൻ ആരും ആഗ്രഹിക്കും. ഒരു കഥ കേൾക്കുന്ന ആൾക്ക് അയാളുടെ മനസ്സിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ ലഭിക്കണം. ഉദാഹരണം, ഒരു നല്ല കുടുംബം എങ്ങനെയൊക്കെ ആകരുത് എന്ന രീതിയിൽ താളം തെറ്റിക്കിടക്കുന്ന 4 സഹോദരന്മാരടങ്ങിയ ഒരു വീട്. അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ, പരസ്പരം താങ്ങായും തണലായും ആ സഹോദരന്മാർ ഒരു നല്ല കുടുംബമായി മാറുന്ന കഥ. ഇതുപോലുള്ള ദൃശ്യങ്ങൾ ഒരു ലോഗ് ലൈൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ലോഗ് ലൈനുകൾക്ക് ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ കൂട്ടുകാരനായ ഒരു ബാർബറിന്റെ കഥ. ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന 2 ചെറുപ്പക്കാർ, അവര് പോലും അറിയാതെ ഒരു CID ആയി മാറുന്ന കഥ. എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് അറിയാവുന്ന പ്രൊഫഷണൽ ഷെഫായ ഒരു യുവാവ് എന്തിനു വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തിരിച്ചറിയുന്ന കഥ. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന വൺ ലൈനുകൾ താഴെ കമന്റിൽ പറയുക. സിനിമ ഏതാണെന്ന് ഞങ്ങൾ പറയാം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും